ഹായ് ഫ്രണ്ട്സ്, ടെക്സ് എറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പഴയ റിസീവറുകൾ, അതായത് സെറ്റ് ടോപ്പ് ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കിടിലൻ വീഡിയോ പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ സ്മാർട്ട് ടി വികളൊന്നും ഇല്ലാത്തവരുടെ വീടുകളിൽ നമുക്ക് USB-യിൽ നിന്നോ അല്ലെങ്കിൽ മെമ്മറി കാർഡുകളിൽ നിന്നോ ഒക്കെ വീഡിയോകളോ ഫോട്ടോകളോ ഒക്കെ പ്ലേ ചെയ്യിക്കുന്നതിനും മ്യൂസിക് പ്ലേ ചെയ്യിക്കുന്നതിനുമെല്ലാം എല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ പ്ലെയർ നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനാലാണ് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇനി മുതൽ ഞാൻ റെഗുലറായി വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സ്ക്രൂകളെല്ലാം ഊരിയെടുത്ത് ഈ റിസീവറിൽ നിന്നും ഈ ബോർഡ് പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത് ലോക്കാണ്. ആ ലോക്കുകൾ ഫൈബറാണ് ഫ്രണ്ട് പാനൽ. അതിൻ്റെ ലോക്കുകൾ വിട്ടു പോകാതെ തന്നെ നമ്മളിത് വേർപെടുത്തി എടുക്കണം. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനൽ ഊരിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു MP5 മൊഡ്യൂളാണ് വെക്കാനുള്ളത്. ഈ ഒരു മൊഡ്യൂളിന് ഒരു 450 രൂപയാണ് നമുക്ക് വിലയുള്ളത്. ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടൊരു 5.1 വീഡിയോ പ്ലെയർ നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഈ ഒരു ഫ്രണ്ട് പാനലിലേക്ക് വയ്ക്കുന്നതിനായി ആവശ്യത്തിനുള്ള ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായി മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം റിസീവറിൽ നിന്നും അഴിച്ചു മാറ്റിയ ബോർഡാണിത്. ഈ ബോർഡിൽ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ബാക്കിലായിട്ട് വരുന്ന 3 RC സോക്കറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു സോക്കറ്റും ഒരു DC സോക്കറ്റും അതോടൊപ്പം കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് 5 വോൾട്ട് കൊടുക്കാവുന്ന 5 വോൾട്ട് അല്ലെ 12 വോൾട്ട് ആയിരിക്കും മിക്ക റിസീവറുകളും. അതിൽ ആ ഒരു വോൾട്ടേജ് കൊടുക്കുന്നതിനുള്ള ഒരു DC പിന്നും നമ്മുടെ ഈ ബോർഡിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറെ സോക്കറ്റ് മേടിച്ച് അവിടെ പിടിപ്പിച്ചാലും മതിയാവും. നമുക്ക് ഈ ഒരു ബോർഡിൽ തന്നെ ഇതുള്ളപ്പോൾ നമുക്ക് അതിനുവേണ്ടി പണം മുടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോർഡിൽ നിന്നും സ്ക്രൂ ചെയ്യാനുള്ള ഈ ഒരു ഹോള് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ ബോർഡിൽ നിന്ന് ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിൽ 3 RC സോക്കറ്റുകളുണ്ട്. നമുക്ക് വീഡിയോ ഔട്ട് എടുക്കുന്നതിനും ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ ഔട്ട് എടുക്കുന്നതിനുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിനുള്ള സോക്കറ്റ് കൂടി നമുക്ക് ഇതിലുണ്ട്. DC സോക്കറ്റുകൾ കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് ഇവയൊന്നും നമുക്ക് വാങ്ങേണ്ടതില്ല. നമ്മുടെ ഫ്രണ്ട് പാനലിൽ MP5 മൊഡ്യൂൾ പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിലൊരു ഹോൾ ഇട്ടെടുക്കാം. ഞാൻ അതിനും ഈ ഒരു മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കത്തി എന്തെങ്കിലും ചൂടാക്കിയിട്ടായാലും നമുക്കിത് മുറിച്ചെടുക്കാം. കാരണം ഇത് ഫൈബറാണ്. ഉരുക്കിയായാലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് ഹോളാക്കി വലുതാക്കി എടുത്താലും മതിയാവും. ഞാൻ ഈ ഒരു മെഷീൻ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് കട്ട് ചെയ്യുന്നത്. ഇതില്ലെങ്കിലും നമുക്കൊരു ഹോളിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് ഫൈബറാണ്, ഇത് മെറ്റലല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ മൊഡ്യൂളിൻ്റെ അളവിൽ ഇതുപോലെ 2 സൈഡിലും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കറക്റ്റായിട്ട് നമ്മുടെ MP5 മൊഡ്യൂൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അതേ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ MP5 മൊഡ്യൂൾ ഈ ഒരു ഫ്രണ്ട് പാനലിലേക്ക് സെറ്റ് ചെയ്യുന്നതിനായി 2 വശങ്ങളിലും ഒരേ ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ചുകൊണ്ട് ഇത് മുറുക്കി ഇതിലേക്ക് ഈ ഫ്രണ്ട് പാനലിലേക്ക് നമ്മുടെ മൊഡ്യൂൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ചെയ്യുന്നത് വളരെ കൃത്യമായി നമ്മുടെ മൊഡ്യൂൾ നമ്മുടെ ഫ്രണ്ട് പാനലുമായി വളരെ ചേർന്നിരിക്കുന്നതിന് വേണ്ടി നമ്മളിതുപോലെ ഉരുക്കുമ്പോൾ വരുന്ന എല്ലാ പീസുകളും നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ വെക്കുന്ന മൊഡ്യൂൾ കറക്റ്റ് 2 സൈഡും ഒരുപോലെ നേരെ ഇരിക്കണം. നേരെ ആയാലേ നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ്, ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ MP5 മൊഡ്യൂൾ ഈ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ച് 2 സൈഡിലും സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നട്ട് ബോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 സൈഡിലും നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കുന്നു. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ
കറക്റ്റ് നേരെ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ച് രണ്ട് സൈഡും ഞാനിത് നോക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാനലിൽ വരുന്ന സോക്കറ്റുകളിലേക്കുള്ള കണക്ഷനുകൾ കൊടുക്കാം. ഞാൻ ആദ്യം കൊടുക്കുന്നത് വീഡിയോയുടെ കണക്ഷനാണ്. ഇതിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോമൺ ആണ്. ഓഡിയോക്കും വീഡിയോക്കും അതുപോലെ പവർ സപ്ലൈക്ക് ആയാലും ഗ്രൗണ്ട് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഗ്രൗണ്ട് കോമൺ കൊടുക്കാം. അതുപോലെ വീഡിയോയുടെ പ്ലസ് വരുന്നത് നമുക്ക് ഈ ഒരു സോക്കറ്റിൻ്റെ പ്ലസ് വരുന്ന ഭാഗം നോക്കിയിട്ട് അത് കൊടുക്കാവുന്നതാണ്. ഞാനിത് വിശദമായിട്ട് പറയാത്തതിൻ്റെ കാരണം നമ്മുടെ MP5 മൊഡ്യൂളിൽ കറക്റ്റായിട്ട് ഓരോ സോക്കറ്റിലേക്കും വരുന്ന കണക്ഷനുകൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ക്ലിപ്പുകളാണ്. അപ്പോൾ രണ്ട് വയറുകൾ അതിൽ പ്ലസ് മൈനസ് ഏതാണ് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ പ്ലസും മൈനസും ഇതിലേക്ക് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് വീഡിയോ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് വയറുകളാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള പവർ സപ്ലൈ വയറാണ് കണക്ട് ചെയ്യുന്നത്. ഇത് 5 വോൾട്ട് DC ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. 12 വോൾട്ട് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ 5 വോൾട്ട് DC കറണ്ടാണ് കൊടുക്കേണ്ടത്. അത് മിനിമം 2 ആംപിയർ കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കുന്നതിനുള്ള വയറുകൾ കണക്ട് ചെയ്യാം. റെഡ് വയർ ഞാൻ റൈറ്റ് ചാനലിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ചാനലിന് വൈറ്റ്, അതായത് വൈറ്റ് RC സോക്കറ്റ് വരുന്നതിലേക്ക് ലെഫ്റ്റ് ചാനലാണ് കൊടുക്കുന്നത്. ഗ്രൗണ്ട് കോമൺ ആയിട്ടും കൊടുക്കുന്നു. ഇതിലൊരു വയർ കൂടുതലുണ്ട്. ആ ഒരു വയർ ഞാൻ എവിടെയും കൊടുക്കുന്നില്ല. കാരണം അത് മ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്വിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വയർ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ഒരു ആൻറ്റിന കൊടുക്കാം. FM ഉപയോഗിക്കുന്നതിന് ഒരു ആൻറ്റിന ആവശ്യമാണ്. നമ്മുടെ ഈ ബോർഡിൽ ANT എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റിനയിലേക്കുള്ള കൊടുക്കാനുള്ള വയറാണ് അവിടെ കൊടുക്കേണ്ടത്. ഒരു 5.1 വീഡിയോ പ്ലെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോർഡിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയി തന്നെ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഒരു ഐ ബട്ടൺ വരും. ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത, അതായത് ഈ ഒരു റിസീവറിൽ ഉണ്ടായിരുന്ന ബോർഡിൽ നിന്നും നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിരുന്നു. അതിലാണ് നമ്മൾ നമ്മുടെ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ഔട്ട്, ഓഡിയോ ഔട്ട് എടുക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ഒരു ബോർഡ് പവർ ചെയ്യുന്നതിനുള്ള DC ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള സോക്കറ്റ് എല്ലാം ആ ഒരു ബോർഡിലാണ് ഉണ്ടായിരുന്നത്. അത് പഴയതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ബാക്കിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അതായത് ഇതിൽ മാറ്റങ്ങളൊന്നും, ബാക്ക് സൈഡിൽ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ആ പഴയ രീതിയിൽ തന്നെ ഇരിക്കും. അതുപോലെ നമുക്ക് ഇതിലൊരു ഹോൾ നിങ്ങൾക്ക് കാണാം. ഇതിലൊരു കാർഡ് ഇടുന്ന ടൈപ്പ് റിസീവർ ആയിരുന്നു ഇത്. ആ ഒരു ഹോൾ നമുക്ക് അടച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ പല്ലി, പാറ്റയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് അടച്ചു കൊടുക്കുന്നുമുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ഫ്രണ്ട് പാനൽ അഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഫ്രണ്ട് പാനൽ ലോക്കാണ്, സ്ക്രൂ ഒന്നുമില്ല. ആ ലോക്ക് പോകാതെ തന്നെ അഴിച്ചെടുക്കണമെന്ന്. നമുക്കത് പഴയതുപോലെ തന്നെ ലോക്ക് ചെയ്യാം. ഈ ഒരു ലോക്കിൽ ചെറുതായിട്ടൊരു പ്ലേ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ലോക്ക് കറക്റ്റ് വീണ് കിടന്നാലും നമ്മൾ ഇതിലേക്ക് USB പോർട്ടുകളിലേക്ക് USB ഒക്കെ ഊരുകയും കുത്തുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലേ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ വയറുകളെല്ലാം വെളിയിലേക്ക് എടുക്കാം. ഈ കാണുന്ന ആൻറ്റിനയുടെ വയർ ഇവിടെ ഉള്ളിൽ നിന്നും വലിഞ്ഞു പോരാത്ത രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു നെറ്റ്, നമ്മൾ ഈ ഒരു ഹോൾ അടച്ചിരിക്കുന്ന നെറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു ഹോളിൽ നിന്നും ആൻറ്റിന കൊടുക്കുന്നതിനുള്ള വയറാണ് ഈ ഒരു ബ്ലൂ വയർ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലിപ്പുകളെല്ലാം നമുക്കിതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. 5 വോൾട്ട് DC കൊടുക്കുന്നതിനുള്ള വയറാണ് ഇതിലേക്ക് ഞാൻ ആദ്യം കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഈ കാണുന്ന റെഡ് സോക്കറ്റിലേക്കാണ് നമുക്കിതിൻ്റെ പവർ സപ്ലൈയുടെ വയർ കണക്ട് ചെയ്യാനുള്ളത്. ഇത് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഞെക്കി പിടിച്ച് നമ്മൾ ബോർഡിലൊന്ന് ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ബോർഡ് ഒടിയാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഇത് ഓഡിയോ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ ഓഡിയോ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള വയറാണ്. ഇതാണ് നമ്മുടെ വീഡിയോ ഔട്ടിനുള്ള വയർ. ഈ മൂന്ന് സോക്കറ്റുകളിലേക്ക് നമ്മളിത് കണക്ട് ചെയ്താൽ മതി. ഇനി ഈ കാണുന്ന വയറുകൾ നമ്മളെല്ലാം ഒരേപോലെ
വെച്ചുകൊണ്ട് നമുക്കിതിലേക്കൊരു ടൈ കൊടുക്കാം. നമ്മൾ ഏതൊരു സിസ്റ്റം ചെയ്താലും നമ്മൾ ഒരു മ്യൂസിക് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ടി വിയോ എന്തായാലും അസംബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറിങ് വളരെ നീറ്റ് ആയിരിക്കണം. നമ്മുടെ ഈ കാണുന്ന എല്ലാ വയറുകളും നമുക്ക് ഒന്ന് ടൈ അടിച്ച് നമ്മുടെ ഈ ബോർഡിൻ്റെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കവറിലേക്ക് അടിയിലേക്ക് ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ടൈ കെട്ടി മുറുക്കി നിർത്താം. ഈ ഒരു ബോർഡിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഒരു ക്ലിപ്പ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു സോക്കറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഒരു സോക്കറ്റിലൂടെ നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ഓക്സിലറി ഇൻപുട്ട് ഈ ഒരു ഡിവൈസിലേക്ക് നമുക്ക് നൽകാവുന്നതാണ്. 2 RC സോക്കറ്റുകൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സിൽ തന്നെ 2 RC സോക്കറ്റുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ഇതിലേക്കുള്ള, അതായത് മറ്റേതെങ്കിലും ഡിവൈസുകളിൽ നിന്നും ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ നൽകുന്നുണ്ട്. അതിന് നമുക്ക് AUX എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് സെലക്ട് ചെയ്താൽ മതിയാകും. ആ ഒരു ഇൻപുട്ട് സെലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലും ഒരു 3.5 mm ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾ ഇതിലുണ്ട്. അതിലും നമുക്ക് AUX എന്ന് പറയുന്ന മോഡിൽ ഇതിലേക്കും നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും FM റേഡിയോ, SD കാർഡ്, പെൻഡ്രൈവ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിങ്ങുകൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ ഇതുപോലെ ഒരു പ്ലേ ഉള്ളതിനാൽ ഞാനതൊന്ന് ഒട്ടിച്ച് വെക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഒരു പ്ലേ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള പെൻഡ്രൈവുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഊരുന്ന സമയത്തൊക്കെ ഇതിനൊരു പ്ലേ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡിലും ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കവർ ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് മുറുക്കാം. നമ്മൾ പഴയ ഒരു റിസീവറിനെ ഒരു കിടിലൻ വീഡിയോ പ്ലെയർ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നതിനായി ഒരു ഹോം തിയേറ്ററിലേക്കാണ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 5 വോൾട്ട് DC ആണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത്. ഞാൻ ഈ 5 വോൾട്ട് DC എടുത്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് 2 ആംപിയർ ട്രാൻസ്ഫോർമറിൽ നിന്നും ഫിൽട്ടർ ചെയ്തതിന് ശേഷം ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ DC ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ TVയിലേക്ക് വീഡിയോ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ, ഈ ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് ഇതിലേക്കൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം, ഞാനൊരു പെൻഡ്രൈവ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൽ നിന്നും മോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. മ്യൂസിക് വേണമോ, FM അല്ലെങ്കിൽ ഓക്സിലറി ഇൻപുട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, അങ്ങനെ മൂവി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യാം. ഓഡിയോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ പാട്ടുകളും നമുക്കിതിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ കഴിയില്ല. കാരണം പല പാട്ടുകൾക്കും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിതിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത ഒരു മ്യൂസിക്കാണ് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഞാനതൊന്ന് പ്ലേ ചെയ്യുകയാണ്. ഈ ഒരു റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് സെലക്ട് ചെയ്യുകയാണ്.
എൻ്റെ കല്യാണത്തിനെടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഒരു 450 രൂപ മുതൽ മുടക്കിൽ ഇതിനേക്കാൾ ക്ലാരിറ്റിയിൽ നമുക്കൊരു ഡിവൈസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഡിവൈസിലേക്ക് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ 5 വോൾട്ട് 2 ആംപിയർ കറണ്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോ സ്റ്റില്ലായി പോകുന്നതാണ്. ഈ ആംപിയർ കറണ്ട് കുറഞ്ഞാൽ 1 ആംപിയർ കറണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റില്ലായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് 12 വോൾട്ടിൽ നിന്നും റെഗുലേറ്റഡ് IC ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിവൈസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് ഒരു അഡാപ്റ്റർ ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്തിടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.